ഹായ് ഹലോ, നമുക്കിന്നൊരു അടിപൊളി വെണ്ടയ്ക്ക ഫ്രൈ ആയാലോ? ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഈ വെണ്ടനെ ഒന്ന് മുറിച്ചെടുക്കാം. നീളം കുറഞ്ഞ വെണ്ടയ്ക്കാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതുപോലെ വരയിട്ട് കൊടുക്കാം. നമ്മൾ മീനിനൊക്കെ വരയിട്ട് കൊടുക്കില്ലേ, അതുപോലെ തിരിച്ചു മറിച്ചും നല്ലപോലെ ഒന്ന് വരയിട്ട് കൊടുക്കണേ. ഇതുപോലെ എല്ലാം വരയിട്ടെടുക്കാം. ഇനി ഇതിന് വേണ്ടി നമുക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്പം വെള്ളം കൂടി ചേർത്ത് നമ്മൾ നല്ല പേസ്റ്റ് പോലെ ഒന്ന് ആക്കിയെടുക്കാം. പേസ്റ്റ് ചെയ്ത മസാലയിലേക്ക് നേരത്തെ വരഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ, ഇത് നല്ലപോലെ മസാല തിരുമ്മി പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്കകളെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. ഈ സമയത്ത് തീ വളരെ കുറച്ച് വെക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് മുകളിലായിട്ട് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ചെയ്ത് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുറേ കറികളുടെയും കുറേ 4 മണി പലഹാരങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണണേ. അപ്പോൾ അടുത്ത രുചിക്കൂട്ടുമായി കാണാം. അതുവരേക്കും ബൈ.